പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള തൈര് ഇവിടെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ 1.5 ഗ്ലാസ് എടുത്ത് ഒഴിച്ചിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഞാൻ അത് നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പുളിശ്ശേരിക്ക് വെച്ചിട്ടുള്ള അരപ്പെല്ലാം കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത്, പിന്നെ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ചീനിച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് താളിച്ച്, പിന്നെ അതിലോട്ട് കുറച്ച് കൊച്ചുള്ളി, അത് കടുക് പൊട്ടിയിട്ടാണ് ഞാൻ കേട്ടോ, കടുക് പൊട്ടിക്കാൻ ആകുമ്പോഴത്തേക്കാണ് ഈ കൊച്ചുള്ളിയെല്ലാം ഇട്ട് കൊടുത്തത്. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലൊക്കെ ഇട്ട് കേട്ടോ. കറിവേപ്പിലയുടെ തണ്ടെല്ലാം കിടപ്പുണ്ട്, അതെടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, കൈ പൊള്ളിപ്പോയി. പിന്നെ അതെല്ലാം മൂത്ത് ഒരു പരുവായപ്പോഴത്തേക്ക് മോരിലോട്ട് ഞാൻ അരപ്പെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ ചീനിച്ചട്ടിലോട്ട് ഒഴിച്ചു. പിന്നെ അതൊന്ന് ജസ്റ്റ് തിളയ്ക്കാനല്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഞാൻ പിന്നെ അത് വാങ്ങി അലൂമിനിയം പാത്രത്തിൽ നിന്ന് തന്നെ നേരെ സ്റ്റീൽ പാത്രത്തിലോട്ട് ഒഴിച്ചു കേട്ടോ. പിന്നെ തോരനും പുളിശ്ശേരിയെല്ലാം നീക്കി ഒരു സൈഡിലോട്ട് വെച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് മീൻ കറിയും പരുവായ കേട്ടോ. നമുക്ക് കിട്ടിയ മീൻ നെത്തോലിയായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ മാങ്ങ പിടിച്ചിട്ടുണ്ടായിരുന്നു, പുളിപ്പ മാങ്ങയായിരുന്നു കേട്ടോ. അതുകൊണ്ട് പുളി കുറച്ചിട്ട് മാങ്ങ കുറച്ചിട്ട് കേട്ടോ. അതുകൊണ്ട് നല്ല നെത്തോലിയിൽ മാങ്ങയൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണല്ലോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കാപ്പിക്കുള്ള അരിയൊക്കെ വെള്ളത്തിലിട്ടു കേട്ടോ. പച്ചരിയും ഉഴുന്നും ഉലുവയൊക്കെ ചേർത്ത് മാറ്റി വെച്ചു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മൾ 3 പേരും ചായ കുടിച്ചു കേട്ടോ. ചായയൊക്കെ ഇട്ട് വെച്ച് പപ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോളും പപ്സ് കഴിച്ച് ഞാനും ചായയൊക്കെ കുടിച്ച് ജോലിയെല്ലാം ഒതുങ്ങി വൈകിട്ട് കുളിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മോളും അമ്മയും കൂടെ വൈകിട്ട് അമ്പലത്തിൽ പോകണം കേട്ടോ. നമ്മളെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവമാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.